ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. അത് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ മാറാനും അതേപോലെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റാം, മിറർ മാറ്റാം, അങ്ങനെ 1-2 കംപ്ലയിൻറ്റ് വർക്കായിട്ട് വന്നേനുണ്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നമുക്ക് 235 ഇൻഡിക്കേറ്റർ കോസ്റ്റ് ഉണ്ട് കേട്ടോ. കേബിളിന് ഏകദേശം ഒരു 192 കേബിൾ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ അസംബ്ലി മാറണമെങ്കിൽ ബാക്ക് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ക്ലിയറായിട്ട്. പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാക്കാം. വേറെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഈ പറഞ്ഞേക്കണ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും പ്രകാരമുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ സൈഡിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ഉള്ളിൽ ആ ബൾബ് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോയേക്കാണത്. അപ്പോൾ അതൊന്ന് മാറ്റി ബൾബ് തന്നെ ഇടണം. നമുക്ക് ഈ വന്ന ഉള്ളിൽ തന്നെ ബൾബ് ഉണ്ടാകും. അപ്പോൾ ഓറഞ്ച് ബൾബാണ് വരാം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതല്ല, തന്നെ അല്ലാതെ ഇങ്ങനെ ഉള്ളിൽ വെട്ടും കിടക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം.